ഞങ്ങൾ നവീനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ എന്തോ ചെയ്യാനാ, മഴ ചതിച്ചു. എന്തായാലും പുള്ളിക്കാരനെ കണ്ടു, ബാക്ക് സൈഡിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ കയറുന്ന ഇറങ്ങുന്നതൊക്കെ കണ്ടു. പക്ഷെ മഴ ഒരു വല്ലാത്ത ചതുവായി പോയല്ലോ സുരേഷ് ചെയ്തത്. ഏതായാലും മഴയായിട്ടും നന്ദഗോവിന്ദം ഭജൻസ് കാണാൻ കുടയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. എങ്ങനെ ഇറങ്ങി മഴ പെയ്യുമെന്ന് കുടയായിട്ട് ഒന്ന്. ഓഹോ മഴ ഗായ്സ്, മഴ പെയ്ത് പെട്ടിരിക്കുന്നത് നല്ല മഴ, പെരുമഴ അല്ലേ ഈ കാണാൻ പറ്റുമോ? പക്ഷേ അത് മഴയുടെ അവിടെ നിൽക്കുന്നവരൊക്കെ, പക്ഷെ അവിടെ നിൽക്കുന്നവരെ കാര്യം കഷ്ടമാണ് കേട്ടോ. അവർ ഈ കസേരയും തലയിൽ പിടിച്ച് പുറത്തിറങ്ങാനും വയ്യ, അങ്ങനെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ആയിരക്കണക്കിന് കസേരയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച, അത് ഭയങ്കര രസമാണ് കാണാൻ തന്നെ. പക്ഷെ നിൽക്കുന്നവർക്ക് അത്ര രസമല്ല. മഴ വിട്ടും എല്ലാവരും ഇവിടെ കൂടി തന്നെ നിൽക്കുവാണ്, ആരും പോകുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിലെ കുറച്ച് പേര് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുന്ന കാഴ്ച ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു പരിപാടി തുടങ്ങാൻ വേണ്ടി. അമ്മയുടെ കൃപ എന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം മഴ പെയ്തില്ല, നല്ല രീതിക്ക് തന്നെ പരിപാടി നടന്നു. ഈ മഴ പെയ്താലും നിങ്ങളുടെ എനർജിയൊക്കെ ചോർന്നു പോയോ? 12 മണിക്ക് വന്നതാണ്. അതാണ് 12 മണിക്ക് വന്ന് വെയിലും കൊണ്ട്, രാത്രിയായി പരിപാടി തുടങ്ങാറായപ്പം വെയിലും മഴയും കൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. എങ്കിലും എനർജി പോയിട്ടില്ല, ഫുൾ ഓണാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് പൊളിക്കാം. ഭയങ്കര മഴയായിരുന്നു. അപ്പം മഴയൊക്കെ തോന്നും. പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, എന്നെ കണ്ടില്ലേ നനഞ്ഞ് കുളിച്ച് നിൽക്കുവാണ്. ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞൊരു ഷൂട്ടിങ് ആദ്യമായിട്ടാണ്. ഏതായാലും ബാക്കി ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. മനുവൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ എൻ്റെ പരവൂർ പേജ് മനു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, നല്ല മഴയായിരുന്നു. അല്ല, ഇങ്ങനെയും വേണമല്ലോ അല്ലേ? കണ്ടില്ലേ ഒരുപാട് പേര് മഴ നനഞ്ഞ് ആ ടാർപ്പയൊക്കെ ഇട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കെനോപ്പിയൊക്കെ വെച്ച്. ഇപ്പം പരിപാടി ഇപ്പം തുടങ്ങും. നന്ദഗോവിന്ദം ഭജൻസ് സംഭവം ഇങ്ങനെ ഒരു വെർഷനിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണാൻ പോകുന്നത്. LED വാളൊന്നുമില്ലാതെ സാധാ ഭജന പോലെ കറക്റ്റ് ഭജന. കണ്ടല്ലേ, മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്, നല്ലൊരു ജനത്തിരക്കുണ്ട്. അങ്ങോട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, മഴ പെയ്തിട്ട് ഇപ്പം 1.5 മണിക്കൂറോളം നിർത്താതെ മഴ പെയ്ത്, എന്നിട്ടും ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രമാണ്. ഇനി അതിഗംഭീരമായ ഒരു പരിപാടി നമുക്ക് കാണാം. കയ്യടി തുടങ്ങി. ഹാപ്പി, ഇതാണ് വൈബ്. കണ്ടില്ലേ, പരിപാടിക്ക് എല്ലാവരും കൂടെയുണ്ട്, ഫുൾ ഓണാണ്. തിരുവാഭരണം സ്വാമിക്ക്, ഒന്നൂടെ അഭിഷേകം സ്വാമിക്ക്, അഭിഷേകം പാലഭിഷേകം തിരുവാഭരണം തിരുവൃതം അഭിഷേകം പാലഭിഷേകം തിരുവാഭരണം തിരുവൃതം അഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവൃതം സ്വാമിക്ക് അഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം
പാട്ട് കേട്ട് രോമാഞ്ചം വരുന്നതാണ്. അമ്മയ്ക്ക് വേണ്ടി കുറച്ചു മുന്നേ തുടങ്ങി വെച്ച പാട്ട് നമുക്കത് പൂർത്തിയാക്കാം. കരമത്തിലൊരു പിടി ജടയത് പാരിലടിച്ചൊരു നിരത്തായി ഹരനുടെ കരമത്തിലൊരു പിടി ജടയത് പാരിലടിച്ചൊരു നിരത്തായി ഹരനുടെ കരമത്തിലൊരു പിടി ജടയതും പോലെ മലഗജമലറിയടുക്കും പോലെ മറിച്ചു കൊതിച്ചു വരും ശൂലം
ഇഷ്ടപ്പെട്ട സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതുപോലത്തെ ഒരു പരിപാടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മക്കളെ എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈബോസ്കി പറഞ്ഞു കേട്ടതിന്റെ അപ്പുറം അല്ലേ?